ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്, ജാപ്പനീസ് മാംഗോ സാൻഡ്വിച്ച്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം നമ്മൾ സാധാ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാം. ആദ്യം ഞാൻ സ്ലോ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ പതിയെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഇവിടെ ഞാൻ 2 ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു സ്ലൈസ് ബ്രെഡിലേക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ഈ ബ്രെഡിൻ്റെ സൈസിൽ ഏകദേശം ഒരു മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങളെപ്പോഴും നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ വേണം ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഈ സാൻഡ്വിച്ചിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് പൊതിയാണ്. അപ്പോൾ അതാ നമ്മൾ ഇത് നന്നായിട്ട് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കണം. ഇതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഒരു 5-6 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് സെറ്റായിരിക്കും. അപ്പോൾ അതാ ഞാനൊരു 5 മണിക്കൂറിന് ശേഷം നമ്മുടെ സാൻഡ്വിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കാണാൻ തന്നെ എന്തൊരു രസമല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജാപ്പനീസ് മാംഗോ സാൻഡ്വിച്ച്, ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ജാപ്പനീസ് മാംഗോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.